സഹനമെന്ന കഥയുടെ തുടർഭാഗം. അങ്ങനെ സോഫി വീണ്ടും എൻ്റെ കൂടെ കോളേജിലേക്ക് വരവ് തുടങ്ങി. ഞാൻ മനസ്സിലോർത്തു, സ്ത്രീകളുടെ മനസ്സ് എങ്ങനെ പഠിക്കാൻ ഒക്കും? എല്ലാവരുടേതുമല്ല, ചിലരുടെ. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്തൊരു അനുസരണയായിരുന്നു സോഫിക്ക്. എങ്ങനെയും വിവാഹം കഴിച്ച് എൻ്റെ കൂടെ കൂടണം, അതുമാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. ഇതിനിടയിൽ അവൾ ഗർഭിണിയായി. അതറിഞ്ഞത് ഇപ്പോൾ കുട്ടി വേണ്ടെന്ന്, നമുക്കൊന്നും കുറച്ച് കഴിഞ്ഞ് മതി എന്നും പറഞ്ഞ് നിരന്തരം ശല്യമായി. ഇനിയും എനിക്ക് പഠിക്കണം. നിർബന്ധം ശക്തമായപ്പോൾ ഞാൻ പറഞ്ഞു, സോഫി, തൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഞാൻ കൂടെയുണ്ട്. പക്ഷേ ഇത് ഞാൻ അനുവദിക്കില്ല. PGയുടെ പരീക്ഷ കഴിഞ്ഞേ കുട്ടി ജനിക്കുകയുള്ളൂ. പിന്നെ എന്താ കുഴപ്പം? എത്ര വയ്യെങ്കിലും എല്ലാ ദിവസവും സോഫിക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ പലതും അമ്മച്ചി ഉണ്ടാക്കി കൊടുക്കുകയും. ഇതിനിടയിൽ സോഫിയുടെ അപ്പച്ചൻ സണ്ണി പല ആവശ്യമായി വീട്ടിൽ വന്നു. മൂത്ത മകളുടെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിന് കൊടുത്തുവിടാൻ സ്വർണം വേണമെന്നും ഇളയ മകളെ മഠത്തിൽ ചേർക്കണമെന്നും വീട് പണിക്കും എന്ന് പറഞ്ഞ് വേണ്ട ഒരു തരത്തിലും സ്വസ്ഥത തരത്തില്ല. എന്തു ചെയ്യും? ആ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിയത് കൊണ്ടുള്ള ശിക്ഷകൾ വേറെയും. ഇതിനിടയിൽ തലം മറന്ന് അഹങ്കരിക്കുന്ന സോഫിയും അപ്പച്ചനും. എനിക്ക് വിഷമം ആവുമെന്നോർത്ത് എന്നോടൊന്നും പറയല്ല അപ്പച്ചനും അമ്മച്ചിയും. പക്ഷേ എല്ലാം എനിക്കറിയാം. ഒരു ദിവസം കോളേജിൽ നിന്ന് ഞാൻ വരുമ്പോൾ അടുത്ത ഭാഗവുമായി